എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെറുമൊരു വിവരണം കേൾക്കുകയല്ല, മറിച്ച് വളരെ മനോഹരമായ ഒരു കഥയിലൂടെ യാത്ര ചെയ്യുകയാണ്. ഹ്രസ്വമെങ്കിലും വളരെ അർത്ഥവത്തായ, പ്രകാശം പരത്തുന്ന ഒരു ജീവിതം നയിച്ച ഒരു കൊച്ചുമിടുക്കിയുടെ കഥയാണിത്. ലിയാനയുടെ കഥ. നമുക്കെല്ലാവർക്കും എക്കാലവും ഓർമ്മിക്കാവുന്ന വലിയൊരു പാഠമാണ് ആ ജീവിതം നൽകുന്നത്. അവളുടെ ആ ചെറിയ എന്നാൽ പ്രകാശപൂരിതമായ ലോകത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ശരി, നമുക്ക് ഈ കഥയിലേക്ക് നേരിട്ട് കിടക്കാം. ഒരിക്കൽ, അതെ, നമ്മുടെ കുട്ടിക്കാലത്ത് കേട്ട എല്ലാ നല്ല കഥകളും അങ്ങനെയാണല്ലോ തുടങ്ങുക, അല്ലേ? ഇവിടെയും അങ്ങനെ ഒരു കഥയുണ്ട്. ശാന്തവും മനോഹരവുമായ നമ്മുടെ സ്വന്തം ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത്. ലിയാന എന്നൊരു കൊച്ചു പെൺകുട്ടിയുടെ ജീവിതം. ശരിക്കും അതൊരു ചെറിയ പുസ്തകം പോലെയായിരുന്നു. കുറച്ച് പേജുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും അതിലെ ഓരോ വരിയും സ്നേഹവും വലിയ പ്രത്യാശയും കൊണ്ട് നിറഞ്ഞതായിരുന്നു. ശോഭനമായൊരു തുടക്കം. 2016 ഏപ്രിൽ 5-നാണ് ലിജു കെ ജോസഫിന്റെയും ജിൻസി തോമസിന്റെയും മകളായി ലിയാന ജനിക്കുന്നത്. ജനനം മുതൽ തന്നെ അവളുടെ ആ കുടുംബത്തിന് അവളൊരു വലിയ വെളിച്ചമായിരുന്നു. എപ്പോഴും പ്രാർത്ഥനയും സന്തോഷവും നിറഞ്ഞ ശക്തമായ ക്രിസ്തീയ വിശ്വാസങ്ങളുടെ അടിത്തറയുള്ള ഒരു ചുറ്റുപാടിലാണ് അവൾ വളർന്നു വന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണോ, അവളുടെ ആ മനോഹരമായ വ്യക്തിത്വം തന്നെ. വളരെ ദയയും കരുതലും നിറഞ്ഞ ഒരു മനസ്സായിരുന്നു ആ കൊച്ചുമിടുക്കിക്ക്. പ്രിയപ്പെട്ടവരോടൊപ്പം ഇരിക്കുന്നതിലും അവരോടൊപ്പം ചിരിക്കുന്നതിലുമൊക്കെ അവൾ വലിയ സന്തോഷം കണ്ടെത്തി. മാത്രമല്ല, അത്ര ചെറിയ പ്രായത്തിൽ തന്നെ കാര്യങ്ങൾ വളരെ ചിട്ടയോടെ ചെയ്യാനും കൃത്യനിഷ്ഠ പാലിക്കാനും അവൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അവൾ ചുറ്റുമുള്ളവർക്കിടയിലും അവളുടെ ഇടവകയിലുമൊക്കെ എത്രമാത്രം സന്തോഷമാണ് വിതിരിയതെന്ന് ഇത് കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. ഒരു പുതിയ അധ്യായം. അവളുടെയും ആ കുടുംബത്തിന്റെയും ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്ന സമയമായിരുന്നു അത്. ചുറ്റുപാടുകൾ മാറി ആ കുടുംബത്തിന്റെ ജീവിതം മറ്റൊരു പുതിയ രാജ്യത്തേക്ക് പറിച്ചു നടപ്പെട്ടു. ആ യാത്രയുടെ പ്രധാന നാഴികക്കല്ലുകൾ ഇങ്ങനെയായിരുന്നു. 2016 ചങ്ങനാശ്ശേരിയിൽ ജനിച്ച അവൾ 2022 കുടുംബത്തോടൊപ്പം അയർലൻഡിലേക്ക് താമസം മാറി. ആ പുതിയ രാജ്യവും അവിടുത്തെ സംസ്കാരവുമൊക്കെ തീർത്തും വ്യത്യസ്തമായിരുന്നു. എങ്കിലും താൻ പോകുന്നിടത്തെല്ലാം തന്റെ പ്രകാശം പരത്താൻ അവൾക്ക് കഴിഞ്ഞു. വളരെ വേഗം തന്നെ ചുറ്റുമുള്ളവരുടെ എല്ലാം സ്നേഹം അവൾ പിടിച്ചുപറ്റി. എന്നാൽ ആ പുതിയ സന്തോഷങ്ങൾക്കിടയിൽ തികച്ചും അപ്രതീക്ഷിതമായി 2022 സെപ്റ്റംബറിൽ അവരെ തേടി ഒരു സങ്കട വാർത്തയെത്തി. അവൾക്ക് ഗുരുതരമായ ഒരു അസുഖം പിടിപെട്ടിരിക്കുന്നു എന്നതായിരുന്നു അത്. നിശബ്ദമായ ധൈര്യം. സത്യത്തിൽ ആ വാർത്ത ആരെയും തളർത്തുന്നുണ്ടായിരുന്നു. എന്നാൽ അവൾ ആ അവസ്ഥയെ നേരിട്ടത് നിരാശയോടെ ആയിരുന്നില്ല, മറിച്ച് അവിശ്വസനീയമായ ഒരു മനോബലത്തോടെയായിരുന്നു. വളരെ നിശബ്ദമായ എന്നാൽ ശക്തമായ ഒരു ധൈര്യം. അതുകൊണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വശത്ത് അവളുടെ വളരെ ചെറിയ പ്രായം, മറുഭാഗത്ത് അവളുടെ അസാധാരണമായ തിരിച്ചറിവും നിശബ്ദമായ ധൈര്യവും. അയർലൻഡിലെ സ്കൂളിലും കൂട്ടുകാർക്കൊപ്പവും അവൾക്ക് വളരെ കുറച്ചു സമയം മാത്രമേ ചെലവഴിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നത് സത്യമാണ്. എങ്കിലും അവളെ കണ്ടുമുട്ടിയ ആർക്കും ആ ഊഷ്മളത ഒരിക്കലും മറക്കാനാവുമായിരുന്നില്ല. ആ കൊച്ചു പ്രായത്തിൽ തന്നെ കാര്യങ്ങളെക്കുറിച്ചുള്ള അവളുടെ ധാരണ വളരെ വലുതായിരുന്നു. അത്രയും വലിയ പ്രതിസന്ധികളെ തൻ്റെ പ്രായത്തേക്കാൾ വലിയ പക്വതയോടെയും പുഞ്ചിരിയോടെയുമാണ് അവൾ നേരിട്ടത്. കഠിനമായ ആ രോഗാവസ്ഥയിലും അവളുടെ വലിയ ആശ്വാസം പ്രാർത്ഥനകളും പാട്ടുകളുമായിരുന്നു. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗാനമായിരുന്നു സ്വർഗീയ ശില്പിയെ നേരിൽ കാണും എന്നത്. സ്വർഗത്തിൽ യേശുവിനെ നേരിൽ കാണാമെന്ന വലിയൊരു പ്രത്യാശയായിരുന്നു ആ വരികളിൽ ഉണ്ടായിരുന്നത്. പ്രാർത്ഥനയുടെയും ആരാധനയുടെയും നിമിഷങ്ങളിൽ ഈ ഗാനം അവൾക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സമാധാനവും സന്തോഷവുമാണ് നൽകിയത്. ഇത് നമ്മെ വളരെ വ്യക്തമായി കാണിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്. ലിയാന എന്ന ആ കൊച്ചുമാലാഖയുടെ സ്നേഹം എത്രത്തോളമായിരുന്നു എന്ന്. അതെ, തന്നെക്കാൾ ഉപരിയായി മറ്റുള്ളവർക്ക് വേണ്ടി അവൾ പ്രാർത്ഥിച്ചു. കഠിനമായ വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നതിന് പകരം ചുറ്റുമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ ആശ്വസിപ്പിക്കാനുമാണ് അവൾ എപ്പോഴും സമയം കണ്ടെത്തിയത്. അതാണ് ലിയാനയെ വളരെ വ്യത്യസ്തയാക്കുന്നത്. കിടാത്തൊരു വെളിച്ചം. ഈ ഭൂമിയിൽ അവളുടെ യാത്ര വളരെ ചെറുതായിരുന്നു. എന്നാൽ അവൾ ബാക്കി വെച്ചുപോയ സ്വാധീനം വളരെ ആഴത്തിലുള്ളതും ശാശ്വതവുമാണ്. ഇരുട്ടിനെ വകഞ്ഞു മാറ്റുന്ന കിടാത്തൊരു വെളിച്ചമായി അവൾ മാറി. അവളുടെ ജീവിതം കേവലം ഒരു ദുഃഖ കഥയല്ല, മറിച്ച് വരും തലമുറകൾക്ക് മുഴുവൻ പ്രത്യാശ പകരുന്ന ഒന്നാണ്. ലിയാനയുടെ വേർപാട് എല്ലാവരിലും പറഞ്ഞറിയിക്കാനാവാത്ത ദുഃഖമാണ് ഉണ്ടാക്കിയത്. അവളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളായ ലിജുവും ജിൻസിയും, സഹോദരി ഇവാന, മുത്തശ്ശിമാർ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവരും അവളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവരുടെയൊക്കെ ഹൃദയത്തിൽ എപ്പോഴുമുള്ളത് തകർന്നടിഞ്ഞൊരു സങ്കടമല്ല, മറിച്ച് വലിയൊരു പ്രത്യാശയാണ്. വേദനകളും സങ്കടങ്ങളും ഇല്ലാത്ത സമാധാനത്തിനൊരു ലോകത്ത് വെച്ച് അവളെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ഉറപ്പായ പ്രത്യാശ. സാധാരണയായി ലെഗസി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വലിയ സമ്പത്തോ നേട്ടങ്ങളോ ഒക്കെ ആയിരിക്കാം, അല്ലേ? എന്നാൽ ലിയാനയുടെ ജീവിതം ഇതിനൊരു പുതിയ അർത്ഥം നൽകുകയാണ്.
എന്താണൊരു യഥാർത്ഥ ലെഗസി? അത് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ പ്രകാശം പരത്തുന്ന, ഒരിക്കലും മായാത്ത ഒരു സ്നേഹനാളമാണ്. സങ്കടങ്ങളെ മറികടന്ന് സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മറ്റുള്ളവർക്ക് വെളിച്ചമായി മാറുന്നതിൻ്റെയും വലിയൊരു സാക്ഷ്യമായി ആ ജീവിതം ഇന്നും നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ലിയാനയുടെ ഈ മനോഹരമായ ജീവിതകഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. മറ്റുള്ളവർക്കായി നിങ്ങളുടെ വെളിച്ചം എങ്ങനെ പ്രകാശം പരത്തും? ലിയാന എന്ന ആ കൊച്ചുമിടുക്കി അവളുടെ ചെറിയ ജീവിതം കൊണ്ട് ഇത്രയധികം സ്നേഹവും പ്രകാശവും പകർന്നു നൽകിയെങ്കിൽ നമുക്കും അത് തീർച്ചയായും സാധിക്കില്ലേ? ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എക്കാലവും നിലനിൽക്കട്ടെ. ആ പ്രകാശം നമ്മിലൂടെ മറ്റുള്ളവരിലേക്കും എത്തുവാനിടയാകട്ടെ. വീണ്ടും കാണാം. അല്ലലില്ല നാട്ടിൽ ഞാൻ